When there's no more hope. Good morning students. How are you? All are fine. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നേരം മാത്സ് പഠിക്കാം. മാത്സിൽ നിങ്ങൾ ഡെസിമലാണ്. ഡെസിമലിന് കണ്ടിന്യൂ ആയിട്ടാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. ഓർഡറിംഗ് ഓഫ് ഡെസിമൽസ്. ഓർഡറിംഗ് ഓഫ് ഡെസിമൽ. മാത്സ് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഒരു ചെറിയ മടിയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അല്ലേ? എന്നാലും നമുക്ക് കുറച്ച് നേരം മാത്സ് പഠിക്കാം. അപ്പം ഓർഡറിംഗ് ഓഫ് ഡെസിമൽസ്. ദശാംശങ്ങളുടെ ക്രമം. ഇതാണ് ഓർഡറിംഗ് ഓഫ് ഡെസിമൽ. Ordering of decimals. Already in class 4 you have learned to compare whole numbers. നിങ്ങളെ ഇതിനകം 4ാം ക്ലാസ്സിൽ എന്താണ് നിങ്ങൾ മുഴുവൻ സംഖ്യകളെ താരതമ്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടില്ലേ? Decimals can also be compared in the same way. അപ്പോൾ എന്താണ് ഡെസിമൽ ദശാംശം ഇതേ രീതിയിലാണ് എന്താണ് താരതമ്യം ചെയ്യുന്നത്. ഫസ്റ്റ് കമ്പയർ ദി ഹോൾ നമ്പർ പാർട്ട്. എന്താണ് ആദ്യം മുഴുവൻ സംഖ്യകളുടെ ഭാഗവും താരതമ്യം ചെയ്യണം. എന്താണ് ഫസ്റ്റ് കമ്പയർ വിത്ത് ദി ഹോൾ നമ്പർ പാർട്ട്. അടുത്തത് നെക്സ്റ്റ് ദ ഡെസിമൽ വിത്ത് എന്താണ് അടുത്തത് ദ ഡെസിമൽ വിത്ത് ബിഗ്ഗർ ഹോൾ നമ്പർ ഇസ് ഗ്രേറ്റർ. എന്താണ് വലിയ പൂർണ്ണ സംഖ്യകളുള്ള ദശാംശം വലുതായിരിക്കും. എന്താണ് ദ ഡെസിമൽ വിത്ത് ബിഗ്ഗർ ഹോൾ നമ്പർ ഇസ് ഗ്രേറ്റർ. If the whole number parts are same, compare the 10th digit. The decimal with the greater digit in the 10th place is greater. എന്താണ് മുഴുവൻ സംഖ്യാഭാഗങ്ങളും ഒന്ന് തന്നെയാണെങ്കിൽ 10 താരതമ്യം ചെയ്യുക. 10 compare the 10th digit. 10 താരതമ്യം ചെയ്യുക. അപ്പം the decimal with the greater digit in the 10th place is greater. അപ്പം 10ാം സ്ഥാനത്തിൽ വലിയ അക്കമുള്ള ദശാംശം എന്താണ് വലുതായിരിക്കും. മനസ്സിലായോ? അടുത്ത പോയിന്റ് എന്താണ്? If the 10th place are same, then compare the 100th digit and so on. Point to remember by compare decimal. Point to remember by compare decimal. എന്താണ് 10ാം സ്ഥാനം തുല്യമാണെങ്കിൽ 100ാമത്തെ അക്കവും എന്താ പറ്റും താരതമ്യം ചെയ്യുക. അപ്പൊ എന്താ ദശാംശം താരതമ്യം ചെയ്യുമ്പോൾ എന്താ ഓർക്കേണ്ടത്? എന്താണ് പോയി ഓർക്കേണ്ടത്? അപ്പം 10ാം സ്ഥാനം തുല്യമാണെങ്കിൽ 100ാമത്തെ അക്കവും മറ്റും താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് 10th പ്ലേസ് എന്താണ് 10th പ്ലേസ് ഗ്രേറ്റർ ആയിരിക്കും. അപ്പൊ അവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ? ലേറ്റസ്റ്റ് now compare 28.562 and 47.379. അപ്പം എന്താണ് 28.562 and 47.379. ഇതെങ്ങനെ താരതമ്യം ചെയ്യാവുന്നതാണ്? എന്താണ് അപ്പോൾ the whole number part are 28 and 47. എന്താണ് എന്താണ് 28ഉം 47ഉം എന്താണ് നമുക്ക് സംഖ്യകളെ മുഴുവൻ സംഖ്യകളുടെ ഭാഗമായിട്ട് തിരിക്കാം. എന്താണ് 28.562നെ അതിന്റെ 47.379 എന്താ മുഴുവൻ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ തിരിക്കാം? 28 അതിന്റെ 47 എന്ന് തിരിക്കാം. Ask me now 47 greater than 28. We can conclude that 47.379 greater 28.562. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? 47 greater than 28. അപ്പോൾ എന്താണ് 28നെക്കാളും 47 വലുതാണ് അല്ലേ? അപ്പോൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? 47നെ 28നെ 47നെക്കാളും വലുതാണ്. അപ്പോൾ 47 greater than 28. അപ്പോൾ ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? 47.379 greater than 28.562. മനസ്സിലായോ? 28നെക്കാളും 47 വലുതാണ് ഗ്രേറ്റർ ആണ്. അപ്പം
കൂടുതൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ 47.379 greater than 28.562. മനസ്സിലായോ? ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായോ? അടുത്ത സെക്കൻഡ് എക്സാമ്പിൾ എന്താണ്? കമ്പയർ 56.287 ആൻഡ് 56.792. ഇതെങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ ചെയ്യുന്നത് നമ്മള്? ഓക്കെ, കമ്പയർ ഇങ്ങനെ 56.297 ആൻഡ് ഇങ്ങനെ 56.792. ഇതെങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? The whole number part in both the decimals in is 56. But they are same. അപ്പോൾ ഇത് compare their 10 digits എന്താണ്? Same ആണ്. അപ്പോൾ 10 digit എന്താണ്? Same ആണ്. അപ്പോൾ the 10 digit in the first decimal is 2 and of the second is 7. അപ്പോൾ first എന്താ 10th സ്ഥാനത്തുള്ള ഡെസിമലിലെ ഫസ്റ്റ് ഡെസിമൽ ഏതാ? 2 ആണ്. അപ്പോൾ സെക്കൻഡ് എത്രയാണ്? 7. അല്ലേ? ഫസ്റ്റ് ഏതാണ്? ഡെസിമലിന്റെ ഏതാണ്? ഡെസിമലിന്റെ 10th. അപ്പം അത് 7 പിന്നെ 2 ആണ്. അപ്പം ഫസ്റ്റ് ഡെസിമൽ എവിടെയാണ്? 2 7. അപ്പൊ എങ്ങനെ എഴുതാം? 7 greater than 2. 7 greater than 2. മനസ്സിലായോ? 7 greater than 2. അപ്പൊ ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്ത് എഴുതും? അപ്പം 56.792 greater than 56.297. മനസ്സിലായോ? ഇങ്ങനെയാണ് 56.297 ആൻഡ് 56.292 എങ്ങനെയാണ് നമുക്ക് എഴുതുന്നത്? അത് നമ്മുടെ ബോത്ത് ഡെസിമൽസ് എങ്ങനെ സെയിം ആണ് അല്ലേ? 56 സെയിം ആയിട്ടില്ല. അപ്പൊ ദേ ആർ സെയിം. അപ്പൊ കമ്പയർ ടെൻത് ഡിജിറ്റ്. അപ്പൊ കമ്പയർ ടെൻത് ഡിജിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഡെസിമൽസ്. അപ്പൊ ടെൻത് ഡിജിറ്റിലെ ഫസ്റ്റ് ഡെസിമൽസ് എന്താണ്? വ്യത്യാസമുണ്ട് അല്ലേ? അപ്പം എന്താണ്? ഫസ്റ്റ് ഡിജിറ്റിലെ ഡെസിമലിലെ ഫസ്റ്റ് ഡിജിറ്റിലെ എന്താണ്? ഫസ്റ്റ് 7 greater than 2. അപ്പം രണ്ടിലും വലുതാണ് 7. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ 56.792 greater than 56.297. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ്? തേർഡ് എക്സാമ്പിൾ. തേർഡ് എക്സാമ്പിൾ കൊണ്ടുവരുന്നുണ്ടോ? നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ ഉണ്ടോ? 98. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ എന്താണ്? 98.251 ആൻഡ് 98.232. അപ്പൊ ഇതെങ്ങനെയാണ്? ഇതും അതേ സെയിം അല്ലേ? ആണോ? അപ്പൊ സെയിം ആണ്. അപ്പൊ the whole number parts are same and the digit in the 10th place are also same. ഇതാണ് the whole. അപ്പൊ ഇത് 28.251 and 98.232 എന്താണ്? അപ്പൊ 98 അപ്പൊ എന്താ? whole number parts എന്താണ്? സെയിം ആണ്. ആ ഡിജിറ്റ് സെയിം ആണ്. അപ്പൊ എന്താ? 10th place also same. 10th place also same. അപ്പൊ എങ്ങനെയാ? the digit in 100 place in the first digit decimal in 5 and that of the second in 3. അപ്പൊ എന്താണ്? അപ്പൊ ഫസ്റ്റ് എന്താ ഡിജിറ്റിലെ 100 place ഇതാണ് ഫസ്റ്റ് 5 and 3. അപ്പം എങ്ങനെയാണ് എഴുതുന്നത്? 5 greater than 3. അപ്പൊ ഇതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്തെഴുതാം? 98.257 greater than 98.232. മനസ്സിലായോ? 98.257 greater than 98.232. മനസ്സിലായോ? fill in the blanks. എക്സസൈസിലെ 1.5 fill in the blanks. അതിലെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? fill in the blanks with the symbol greater or less or equal. greater ഏതാ? less or equal കണ്ടുപിടിക്കാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ A ഫസ്റ്റ് വൺ ഏതാണ്? 5.29 dash
5.3. അപ്പം എന്താണ് 5.29 ഡാഷ് 5.3. അപ്പൊ എങ്ങനെയാ 5.29നെക്കാളും ചെറുതാണ് 5.3. അപ്പം 5.29 ലെസ് ദാൻ 5.3. മനസ്സിലായോ? 5.29 ലെസ് ദാൻ 5.3. അപ്പൊ ഈ ഏതാണ് ഈ ഇരിക്കുന്ന സിമ്പിൾ കണ്ടോ? ഈ സിമ്പിൾ കണ്ടോ? ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിൾ അല്ലേ? ലെസ് ദാൻ സിമ്പിൾ ആണ് ഇത്. ലെസ് ദാന്റെ സിമ്പിൾ കണ്ടോ? 5.29 ഡാഷ് 5.3. അടുത്ത ബി. അപ്പൊ 5.29 ലെസ് ദാൻ 5.3. ബി ഏതാണ്? 11.08 ഡാഷ് 11.80. അപ്പൊ ഇതെങ്ങനെയാ? 11.08 ലെസ് ദാൻ 11.80. അപ്പം ഇവിടെ ലെസ് ദാൻ ആണല്ലേ? 11.08 ലെസ് ദാൻ 11.80. അടുത്ത സി. 100.10 ഡാഷ് 100.2. അപ്പം 100.10 ഡാഷ് 100.2. അപ്പൊ ഇതെങ്ങനെ എഴുതാം? എങ്ങനെയാണ് അപ്പൊ ചെയ്യുന്നത്? അപ്പൊ 100.10 ലെസ് ദാൻ 100.2. മനസ്സിലായോ? മനസ്സിലായോ? മൂന്ന് മനസ്സിലായോ? എന്താണ് ഫസ്റ്റ് 5.29 ലെസ് ദാൻ 5.3. അടുത്ത 11.08 ലെസ് ദാൻ 11.80. സി 100.10 ലെസ് ദാൻ 100.0 അല്ല 100.2. അടുത്ത ഡി. ഡി എങ്ങനെയാ നമുക്ക് ചെയ്യുന്നത്? ഡി എങ്ങനെയാ? 21.98 ഡാഷ് 21.98. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ 21.98 ഡാഷ് 21.98 എന്താണ്? സെയിം. അപ്പൊ ഈക്വൽ ആണ്. ഇതാണ് അവിടെ ഈക്വൽ ഫോം ആണ് വരുന്നുണ്ടോ? അപ്പം ഇനി അടുത്ത നെക്സ്റ്റ് എന്താണ്? ഈ 27.91 ഡാഷ് 26.19. അപ്പം 27.91 ഡാഷ് 26.19 എങ്ങനെ എഴുതാം? എങ്ങനെയാണ്? അപ്പം ഇത് ഗ്രേറ്റർ ഏതാണ്? 27.91 ഡാഷ് 26.19. അപ്പം 26 ഫുള്ളും വലുതാണ്. 27.91. അപ്പം ഗ്രേറ്റർ 27.91 greater than 26.19. അടുത്ത എഫ്. എഫ് എങ്ങനെയാണ്? 32.14 ഡാഷ് 31.81. 32.14 ഡാഷ് 31.81. അപ്പൊ ഏതാണ് വലുത്? അപ്പം 32.14 ഡാഷ് ഗ്രേറ്റർ than 31.81. എഴുതിയെടുത്തോ? 21. ഡിയുടെ ആൻസർ ആണ് 21.98. ഈക്വൽ 21.98. ഈ 27.91 ഗ്രേറ്റർ ദാൻ 26.19. അടുത്ത എഫ് 32.14 ഗ്രേറ്റർ ദാൻ 31.81. എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടോ? അടുത്ത ജി. ജി നോക്കിയ ആൻസർ ജി 33.11. 33.11 ഡാഷ് 11.33. അപ്പം 33.11 ഡാഷ് 11.33 എങ്ങനെ? 33.11 ഗ്രേറ്റർ ദാൻ 11.33. മനസ്സിലായോ? ഇനി അടുത്ത എച്ച് 1.05 dash 1.05. ഇതെന്താണ്? സെയിം ഈക്വൽ ആണല്ലേ? 1.05 dash 1.05 സെയിം ഈക്വൽ ഫോം ആണ് അല്ലേ? അപ്പം ഈക്വൽ ഫോം.
അടുത്ത I 12.32 dash 12.42 ഇതാണ് 12.32 dash 12.42 അപ്പം 12.32 greater less than 12.42 അപ്പം 12.32 less than 12.42 അടുത്ത G 15.71 dash 15.81 ഇതെങ്ങനാ greater or less ഇതാണ് less less than 15.71 less than 15.81 മനസ്സിലായോ എല്ലാവരും ബുക്കിൽ എഴുതി എടുത്തോ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി എടുത്തോ less or equal greater എല്ലാവരും എഴുതി എടുത്തോ മനസ്സിലായോ പേര് I G വരെ തൊട്ട് G വരെ എല്ലാവർക്കും മനസ്സിലായോ അടുത്ത arranging in ascending order അപ്പോൾ ascending orderൽ അറേഞ്ച് ചെയ്യാനാണ് അപ്പോൾ ഇതിപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നമുക്കിനി ascending orderൽ ചെയ്യാം എങ്ങനെയാണ് ascending order ചെയ്യുന്നത് അപ്പം ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഏതാണ് ഒന്നാമത്തത് 2.03 5.01 1.01 3.04 0.02 2.31 ഇതെങ്ങനെ അസെൻഡിംഗ് ഓർഡറിൽ എഴുതും എങ്ങനെയാണ് അസെൻഡിംഗ് ഓർഡറിൽ എഴുതുന്നത് എങ്ങനെയാണ് അപ്പം ചെറുതിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ എങ്ങനെ 0.02 ഫസ്റ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് 1.01 പിന്നെ 2.03 2.31 പിന്നെ 3.04 നെക്സ്റ്റ് 5.01 ഇതാണ് ആൻസർ എങ്ങനെ 0.02 1.01 2.03 2.31 3.04 and 5.01 അസെൻഡിംഗ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ അത് അസെൻഡിംഗ് ഓർഡറിലാണ് ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്തിരുന്നത് മനസ്സിലായോ ഒന്നാമത്തത് മനസ്സിലായോ അടുത്ത രണ്ടാമത്തത് എങ്ങനെയാ 4.21 B 4.21 4.21 4.23 4.2 4.22 അപ്പോൾ 4.21 4.23 4.2 4.22 ഇതെങ്ങനെ അസെൻഡിംഗ് ഓർഡർ എഴുതുന്നത് എങ്ങനെ എഴുതാം ഫസ്റ്റ് 4.2 പിന്നെ 4.21 പിന്നെ 4.22 നെക്സ്റ്റ് 4.23 ആണ് അസെൻഡിംഗ് ഓർഡർ 4.2 4.21 4.22 4.23 ആണ് അസെൻഡിംഗ് ഓർഡർ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ബാക്കി ഹോംവർക്ക് ആണ് CDE അത് മൂന്നും ഹോംവർക്ക് ആണ് ഇത് രണ്ടെണ്ണം മനസ്സിലായില്ലേ അപ്പം അസെൻഡിംഗ് ഓർഡറിൽ അത് ചെയ്തു തരണം ഏതാണ് CDE ഹോംവർക്ക് ആയിട്ട് ടീച്ചറിന് അയച്ചു തരണം കേട്ടില്ല അതാണ് അസെൻഡിംഗ് ഓർഡറിൽ അയച്ചു തരണം മനസ്സിലായോ CDE അടുത്ത ക്ലാസ്സിൽ അത് കറക്റ്റ് ഫോമാക്കി അസെൻഡിംഗ് ഓർഡറിൽ ചെയ്ത് അയച്ചു തരണം അടുത്ത അറേഞ്ചിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ അടുത്തത് ഏതാ ഡിസെൻഡിങ് ഓർഡർ അതുപോലെ തന്നെ ഡിസെൻഡിങ് ഓർഡർ ഉണ്ടോ എങ്ങനെയാണ് ഡിസെൻഡിങ് ഓർഡർ അപ്പം ഫസ്റ്റ് A ഏതാണ് 1000.53 1000.35 1000.41 1000.51 1000.52 ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലാണ് ഡിസെൻഡിങ്
ഓർഡറിലാക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ് ഇങ്ങനെ ചെയ്യുന്നത് 1000.53 1000.52 1000.51 1000.41 and 1000.35 മനസ്സിലായോ? ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ നേരത്തെ ഏതാണ് അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഡിസെൻഡിങ് ഓർഡർ വലുതിൽ നിന്ന് ചെറുതിലോട്ട് അപ്പം ഏതാണ് 1000.53 ക്വസ്റ്റ്യൻ ആണ് 1000.53 1000.35 1000.41 1000.51 and 1000.52 അപ്പോൾ അതെങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാക്കാം നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എങ്ങനെയാണ് 1000.53 1000.52 1000.51 1000.41 and 1000.35 മനസ്സിലായോ? ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാൻ മനസ്സിലായോ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആകുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് അസെൻഡിങ് നിന്ന് ചെറുതിൽ നിന്ന് വലുതിലോട്ട് ഒരെണ്ണം കുറച്ച് ചെയ്താൽ ടീച്ചർ 209.521 209.121 209.210 and 209.612 ഇതിനെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലാണ്. എങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാക്കുന്നത്? വലുതിൽ നിന്ന് ചെറുതിലോട്ട് ഇങ്ങനെ വലുതിൽ നിന്ന് ചെറുതിലോട്ടാക്കും. അപ്പം ഇങ്ങനെയാ 209.612 പിന്നെ ഏതാണ് 209.521 പിന്നെ 209.210 and 209.121 അപ്പം ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നതാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. മനസ്സിലായോ? നേരത്തെ അസെൻഡിങ് ചെറുതിൽ നിന്ന് വലുതിലോട്ടായിരുന്നു. ഇപ്പം ഡിസെൻഡിങ് വലുതിൽ നിന്ന് ചെറുതിലോട്ടായപ്പോൾ മനസ്സിലായോ ചെയ്യുന്നത്? അപ്പം അതിന്റെയും സിയും ഡിയും ഹോംവർക്കാണ്. മനസ്സിലായോ? അപ്പം അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലൊക്കെ ചെയ്യാൻ അറിയാമല്ലോ ഇപ്പം അല്ലേ? നമുക്ക് ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ഓഫ് ഡെസിമൽ എന്താണ്? ഫണ്ടമെന്റൽ ഓപ്പറേഷൻ ഓഫ് ഡെസിമൽ എന്താ? ദശാംശങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനം. ദശാംശങ്ങളുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളാണ് ഇനി പറയുന്നത്. അപ്പം അഡീഷൻ ഓഫ് ഡെസിമൽസ് എന്താണ്? അഡീഷൻ ഓഫ് ഡെസിമൽസ് എന്താണ്? ദശാംശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. അഡീഷൻ ഓഫ് ഡെസിമൽസ് നോക്കേ. Addition of decimal is similar to that of whole numbers, provided keep the decimal part and the whole part to separate. എന്താണ്? ദശാംശം കൂട്ടിച്ചേർക്കും പൂർണ്ണസംഖ്യകളിലേക്ക് സമാനമായ ദശാംശങ്ങളും സൂചിപ്പിക്കുക. അതിലെ ഭാഗം മുഴുവൻ വേർതിരിക്കുക എന്ന് വെച്ചാൽ മുഴുവൻ ഭാഗങ്ങളും എന്താണ്? വേർതിരിക്കേണ്ടതാണ്. എന്താണ്? അഡീഷൻ ഓഫ് decimals is similar to that of whole numbers, provided if the decimal part and the whole part of to be separated. അടുത്ത അതിന്റെ സ്റ്റെപ്പ് ആണ്. അതിന്റെ സ്റ്റെപ്പ് ഫോളോ ചെയ്താണ്. സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ഇൻ അഡീഷൻ ഓഫ് ഡെസിമൽ. അഡീഷൻ ഡെസിമല് ഫോളോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ എന്താണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റൈറ്റ് ദ ഡെസിമൽസ് വൺ ബിലോ the other so that the decimal point of all the decimals lie on the same colors. എന്താണ്? columns. ദശാംശങ്ങൾ ഒന്നിന് താഴെ ഒന്ന് കറക്റ്റ് അത് എഴുതുമ്പോൾ എന്താണ്? കറക്റ്റ് കോളത്തിൽ തന്നെ സെയിം ലൈനിൽ സെയിം കോളത്തിൽ തന്നെ എഴുതുക. അടുത്തതാണ് digits having the same place value should be in the same column. എന്താണ്? അതിന്റെ ഡിജിറ്റ് പ്ലേസ് സെയിം വാല്യൂ എല്ലാം എന്താണ്? സെയിം കോളത്തിൽ ആയിരിക്കണം. സെയിം എല്ലാം ഒരേ കോളത്തിലും ഡിജിറ്റുകളെല്ലാം സെയിം കോളത്തിൽ ആയിരിക്കണം. ആഡ് ആസ് വി ഡു ഫോർ ഹോൾ നമ്പേഴ്സ്. പൂർണ്ണ സംഖ്യകളായി ഞങ്ങൾ ചേർക്കുക. എന്താണ്? പൂർണ്ണ എല്ലാം ആഡ് ഓരോ സംഖ്യകൾ ആഡ് ചെയ്യാനുള്ള നമ്പേഴ്സ് എല്ലാം സെയിം കോളത്തിൽ പൂർണ്ണ സംഖ്യകളാക്കി വെക്കാം. In the sum, but the decimal point directly below the decimal point. എന്താണ്?
ദശാംശ ബിന്ദുവിനെ നേരിട്ട് ദശാംശ പോയിന്റുകൾ നൽകുക. വെച്ചാൽ എന്താണ്, ആ പോയിന്റുകളിൽ ദശാംശം കഴിയുമ്പോൾ പോയിന്റുകൾ അത് സെയിം ദശാംശ പോയിന്റുകൾ തന്നെ നൽകാം. അതിന് ഒരു എക്സാമ്പിൾ കണ്ടോ. എക്സാമ്പിൾ ആഡ് 3.86 and 4.94 അപ്പം എങ്ങനെ എഴുതുന്നേ, 3.86 പ്ലസ് 4.94 സെയിം കോളത്തിലുണ്ടോ, സെയിം കോളത്തിലുണ്ടോ, സെയിം റോ സെയിം എല്ലാം സെയിം ആയിട്ട് വരണം കേട്ടോ. അപ്പം 3.86 പ്ലസ് 4.94 അപ്പൊ 6 പ്ലസ് 4 എത്ര, 10. 6 പ്ലസ് 4 10. അപ്പം 0 1 റിമൈൻഡർ. അപ്പം അടുത്തത് 8 പ്ലസ് 9 കിട്ടുമ്പോൾ എത്ര വരും, 17. അപ്പൊ 17ന്റെ കൂടെ 1 കൂടെ കിട്ടുമ്പോൾ 18. അപ്പം 18ലെ 8 വീണ്ടും 1 റിമൈൻഡർ. അടുത്ത ഈ പോയിന്റ് പോയില്ലേ, അത് പോയിന്റുകൾ ഇവിടെ ചേർക്കാം. എന്നിട്ട് 3 പ്ലസ് 4 എത്ര, 7. അപ്പം 7 പ്ലസ് 1 എത്ര, 8. അപ്പം 8.80 എത്രയാണ്, 8.80. അപ്പൊ ആൻസർ എങ്ങനെ വരും, ആൻസർ 8.80. മനസ്സിലായോ, 8.80. ഒരു കണക്കോടെ ഇടാം, ഒരു എക്സാമ്പിളോടെ നമുക്ക് ചെയ്യാം. ആഡ് 3.456 5.891 25.342 ഇതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ ആഡ് ചെയ്യുന്നേ. അപ്പൊ ആദ്യം 3.456 സെക്കൻഡ് 5.891 എന്നിട്ട് 25.342 ഇതാണ് കൂട്ടുണ്ട്, ആഡ് ചെയ്തു അല്ലേ. അപ്പൊ ഇതെങ്ങനെ ആഡ് ചെയ്യുന്നേ, പ്ലസ് എങ്ങനെ ആഡ് ചെയ്യുന്നേ, 5 പ്ലസ് 1 എത്ര, 7. 7 പ്ലസ് 2 9. 7 പ്ലസ് 2 9. നെക്സ്റ്റ് സെക്കൻഡ് റോ ഏതാണ്, 5 പ്ലസ് 9 എത്ര വരും, 14. 14 പ്ലസ് 4 എത്ര, 18. അപ്പം 8 1 റിമൈൻഡർ. എന്നിട്ട് അടുത്ത തേർഡ് റോയിൽ 4 പ്ലസ് 8 എത്ര വരും, 12. 12 പ്ലസ് 3 15. 15 പ്ലസ് 1 16. എന്നിട്ട് 1 റിമൈൻഡർ അടുത്ത റോയിൽ. അപ്പം ഇവിടെ പോയിന്റ് ദശാംശം ഇട്ടിട്ട് 3.5 3 പ്ലസ് 5 എത്ര, 8. 8 പ്ലസ് 5 13. 13 പ്ലസ് 1 14. 4 1 റിമൈൻഡർ. അപ്പൊ ഈ 2 എന്താണ്, 2 പ്ലസ് 1 എത്ര, 3. 2 പ്ലസ് 1 3. അപ്പൊ എത്ര വരും, 34.689. ആൻസർ എത്ര വരുന്നേ, എത്ര, ആൻസർ ഈസ് എത്ര, 34.689. 34.689. മനസ്സിലായോ. അപ്പൊ ആ രണ്ട് എക്സാമ്പിൾ മനസ്സിലായോ. അപ്പൊ അടുത്തത് എക്സസൈസിലെ അഡീഷൻ കൊടുത്തിട്ടില്ലേ, ആഡ് അതിലെ എഫ് വരെയുള്ളത് ആഡ് ചെയ്ത് ഹോംവർക്കാണ്. അത് ആഡ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ടീച്ചറിന് ഹോംവർക്ക് അയച്ചു തരണം കേട്ടല്ലോ. മറക്കരുത്, എല്ലാവരും ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് ആ ഹോംവർക്ക് ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ വേറെ ഏതെങ്കിലും അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഹോംവർക്ക് അയച്ചു തരണം. മറക്കരുത്, എല്ലാവരും വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ച് ടീച്ചറിന് അയച്ചു തരണം. മനസ്സിലായോ. അപ്പൊ ഇന്ന് മാത്സ് പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടോ, ഡൗട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടല്ലേ. അപ്പം ആ ഹോംവർക്ക് ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ടീച്ചറിന് എടുക്കാൻ പോകുന്നത് ഹിന്ദിയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയ ചാപ്റ്ററിന്റെ ബാക്കി എക്സസൈസ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഏത് ചാപ്റ്റർ ആണെന്ന് അറിയാലോ, ചാപ്റ്റർ 11 സച്ച ഇൻസാഫ് അല്ലെ, യഥാർത്ഥ നീതി എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലെ. ഒരു പശുപാലൻ, അദ്ദേഹം പകുതി വെള്ളവും പകുതി പാലും ചേർത്തിട്ട് ആളുകൾക്ക് വിറ്റ് ഒരുപാട് കാശുണ്ടാക്കി.
അപ്പൊ അദ്ദേഹം നല്ലൊരു പശുവിനെ വാങ്ങാൻ വേണ്ടി ചന്തയിലോട്ട് പോയി. കുറച്ച് സ്ഥലത്തോട്ട് ദൂരം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് നല്ല ക്ഷീണം തോന്നി. വഴിയരികിൽ കണ്ടൊരു കുളത്തില് എന്ത് ചെയ്തു, കൈ കാലൊക്കെ കഴുകാനായിട്ട് ഇറങ്ങിയപ്പോ മരത്തിലിരുന്ന ഒരു എന്താണ് കുരങ്ങൻ അല്ലെ, കുരങ്ങൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഓരോരോ പൈസയായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന പൈസ കുളത്തിലോട്ട് ഇട്ടു. അദ്ദേഹം കുളത്തിൽ നിന്ന് കരയിലൂടെ കയറിയപ്പോൾ കണ്ടത് അദ്ദേഹത്തിന്റെ പൈസ അവിടെ ഇവിടെ തറയിലായിട്ട് കിടക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം എന്നെ നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയുടെ ഒരു പകുതി മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിചാരിച്ചു, പശുവിന്റെ പാലിൽ വെള്ളം ചേർത്താണ് ഞാൻ വിറ്റത് അല്ലേ, അപ്പൊ ആ വെള്ളം ചേർത്ത് എനിക്ക് കിട്ടിയ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു, യഥാർത്ഥ പാലിന്റെ പൈസ മാത്രം എനിക്ക് കിട്ടിയെന്ന് അദ്ദേഹം കരുതി അല്ലെ. അവിടെ കുരങ്ങന്മാർ എന്ത് ചെയ്തു, അദ്ദേഹം ചെയ്ത തെറ്റിന് നീതി പുലർത്തി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ മീനിങ്സ് പഠിച്ചു അല്ലെ. അപ്പൊ ആ മീനിങ്സ് പഠിച്ചതിനകത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം കുറച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഹോംവർക്ക് ചെയ്യാനായിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ അവിടെ മീനിങ്സ് നിങ്ങൾ അത് സ്വന്തമായിട്ട് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നിമ്നലിഖിത പ്രശ്നോക്കെ ഉത്തർ ദീജിए. അപ്പൊ നോക്കിക്കേ, ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാനിവിടെ ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം കൂടെ കണ്ട് അതുപോലെ എഴുതുന്നത് ഓരോ ക്വസ്റ്റ്യനും വായിച്ചതിന് ശേഷം നിങ്ങൾ അത് എന്ത് ചെയ്യുക, അങ്ങോട്ടും നോക്കി എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്വാല ക്യാ കർത്താ താ. ഗ്വാല എന്ന് പറഞ്ഞാൽ പശുപാലൻ അല്ലെ, പശുവിനെയൊക്കെ നോക്കുന്ന വ്യക്തി. അപ്പൊ പശുപാലൻ എന്തായിരുന്നു നടത്തിയത്? എന്തായിരുന്നു നടത്തിയത്? പശുപാലൻ പാൽ കച്ചവടമായിരുന്നു നടത്തിയത് അല്ലെ. അദ്ദേഹം പാൽ എന്ത് ചെയ്തു, വിറ്റു അല്ലെ. പാല് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചത്. അപ്പൊ അവിടെ ആൻസർ എന്താണ്? പശുപാലൻ പാൽ കച്ചവടം നടത്തിയിരുന്നു. ഗ്വാല ക്യാ കർത്താ താ. പശുപാലൻ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്ന ഉത്തരം. എന്താണ്? ഗ്വാല ദൂത് കാ വ്യാപാർ കർത്താ താ. പശുപാലൻ പാൽ കച്ചവടമാണ് നടത്തിയത്, പാൽ കച്ചവടം നടത്തിയിരുന്നു. ഗ്വാല ദൂത് കാ വ്യാപാർ കർത്താ താ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്വാല ദൂത് മേ ക്യാ മിൽക്കർ ബേച്ച്താ താ അല്ലെ. എങ്ങനെയാണ് ഈ പശുപാലൻ പാല് വിറ്റത്? എങ്ങനെയാണ്? പകുതി വെള്ളവും പകുതി പാലുമായിരുന്നു എന്ന് പശുപാലൻ രണ്ടുകൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് പശുപാലൻ എന്ത് ചെയ്തത്, പാല് വിറ്റത് അല്ലെ. അപ്പൊ ആൻസർ ഗ്വാല ആധാ പാനി ഓർ ആധാ ദൂത് മിലാക്കർ ബേച്ച്താ താ. പശുപാലൻ പകുതി വെള്ളവും പകുതി പാലും ചേർത്തായിരുന്നു മറ്റുള്ളവർക്ക് വിറ്റിരുന്നത്. ആൻസർ ഗ്വാല ആധാ പാനി ഓർ ആധാ ദൂത് മിലാക്കർ ബേച്ച്താ താ. പശുപാലൻ പകുതി വെള്ളവും പകുതി പാലും ചേർത്തായിരുന്നു മറ്റുള്ളവർക്ക് വിറ്റിരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗ്വാല ക്യാ ഖരീദനെ ബാസാർ ജാ രഹാ താ അല്ലെ. നമ്മുടെ ഈ പശുപാലൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എങ്ങോട്ട് പോയത്? ബാസാർ ചന്തയിലോട്ട് അല്ലെ, മാർക്കറ്റിലോട്ട് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പുതിയ നല്ല പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ആൻസർ എന്താണ്? ഗ്വാല ഗായ് ഖരീദനെ ബാസാർ ജാ രഹാ താ അല്ലെ. പശുപാലൻ പുതിയ നല്ല പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചന്തയിലോട്ട് പോയത്. ആൻസർ എന്താണ്? ഗ്വാല ഗായ് ഖരീദനെ ബാസാർ ജാ രഹാ താ. പശുപാലൻ പശുവിനെ നല്ല പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ചന്തയിലോട്ട് പോയത്. മൂന്നെണ്ണം എഴുതിയോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, ബന്ദർനെ ക്യാ കിയാ അല്ലെ. കുരങ്ങന്മാര് എന്തായിരുന്നു ചെയ്തത് അല്ലെ. കുരങ്ങന്മാര് എന്തൊക്കെയാണ് അവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ബന്ദർനെ रुपयों की दैनिक मूली 1 रुपया निकाल कर देखा और उसे पानी को डाल दिया. उसके बाद 1 रुपया निकाल कर कभी पानी में कभी जमीन पर फेंकता रहा. അതായത് നമ്മുടെ മരത്തിലിരുന്ന കുരങ്ങൻ എന്ത് ചെയ്തു, താഴത്തോട്ട് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ തോളിൽ തൂക്കിയിരുന്ന സഞ്ചി അല്ലെ, സഞ്ചിയിലെ പണം എന്ത് ചെയ്തു, ഓരോന്ന് മരത്തിന്റെ മുകളിൽ ഇരുന്ന് ഓരോന്നായിട്ട് എന്ത് ചെയ്തു, പതുക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു അല്ലെ. ബന്ദർനെ റുപയേക്ക് ധൈനി മൂലി അല്ലെ. എന്ത് ചെയ്തു, കുരങ്ങൻ അദ്ദേഹത്തിന്റെ പണം സൂക്ഷിച്ച സഞ്ചി എന്ത് ചെയ്തു, എടുത്തു. എന്നിട്ട് 1 रुपये निकाल कर देखा और उसे पानी को डाल दिया. ആദ്യം ആ സഞ്ചിയിൽ നിന്നും 1 രൂപ എടുത്ത്, ഒരു നാണയം
पर फेंकता रहा. അതിനുശേഷം സഞ്ജീവിന് വീണ്ടും ഓരോ പൈസ വെച്ചെടുത്ത് ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്തു, വെള്ളത്തിലോട്ട് ഇടാനായിട്ട് തുടങ്ങി. അപ്പോ ബന്ദർനെ ക്യാ കിയ, കുരങ്ങന്മാർ എന്താണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ആൻസർ बंदर ने रुपयों की ढाई कूली 1 रुपया निकाल कर देखा और उसे पानी को डाल दिया. उसके बाद 1 रुपया निकाल कर कभी पानी में कभी जमीन पर फेंकता रहा. മനസ്സിലായോ? നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ. बंदर ने दूध का दाम किसके दिया. ഇതിനെങ്ങനെയാണ് അവിടെ ധർമ്മം ചെയ്തത് അല്ലെങ്കിൽ നീതി പുലർത്തിയത് എങ്ങനെയാണ്? ആ പശുവിന്റെ ആ പാലിന്റെ പൈസ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നമ്മൾ ആദ്യമേ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലിന്റെ പൈസ നമ്മുടെ പശുപാലനെ കൊടുത്തിട്ട് പാലിന് വെള്ളം ചേർത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് എത്ര പൈസയാണ്, അത്രത്തോളം പൈസ അദ്ദേഹം വെള്ളത്തിൽ തന്നെ കുരങ്ങന്മാർ ഇട്ടു എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ബന്ദറിനെ ദൂത് കാ ദാം കിസ്കു ദിയ, പാലിന് കൊടുത്ത അദ്ദേഹത്തിന് കിട്ടിയ പൈസ കുരങ്ങന്മാർ എന്ത് ചെയ്തു, അല്ലെ കറക്റ്റ് പാല് കൊടുത്ത് പാലിന്റെ പൈസ കുരങ്ങന്മാർ എന്താണ് ചെയ്തത്? ആൻസർ बंदर ने दूध का दाम ग्वाला को दिया. കറക്റ്റ് അദ്ദേഹം കൊടുത്ത പാലിന്റെ പൈസ എന്ത് ചെയ്തു? പശുപാലിനെ തന്നെ കുരങ്ങന്മാർ ആ സഞ്ചിയിൽ വെച്ചിരുന്നു. അല്ലെ അദ്ദേഹം എത്രത്തോളം കറക്റ്റ് നല്ല രീതിയിൽ ശുദ്ധമായിട്ടുള്ള പാല് കൊടുത്ത് വിറ്റോ അതിൽ നിന്ന് കിട്ടിയ ആ പാലിന്റെ പൈസ മാത്രം കുരങ്ങന്മാർ ആ സഞ്ചിയിൽ വെച്ചു. അങ്ങനെയാണ് ബന്ദറിനെ ദൂത് കാ ദാം ഗ്വാല കോ ദിയ, പശുവിന്റെ പാലിന്റെ പൈസ അത് പശുപാലിന് തന്നെ കൊടുത്തു. 6th ക്വസ്റ്റ്യൻ. बंदर ने पानी का दाम क्या किया. ഇനി ഈ പശുപാലൻ വെള്ളം അല്ലെ പാലിനോടൊപ്പം വെള്ളം ചേർത്തു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ വെള്ളത്തിന്റെ പൈസ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് കുരങ്ങന്മാർ. നോക്കിയേ, बंदर ने पानी का दाम पानी में डाल दिया. പാലിന് വെള്ളം ചേർത്ത് വിറ്റ ആ ഒരു തുക അല്ലെ ആ വെള്ളത്തിന്റെ തുക എന്ത് ചെയ്തു? കുരങ്ങന്മാർ സഞ്ചിയിൽ നിന്ന് വെള്ളത്തിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കളയും. ഓക്കെ, അപ്പൊ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒന്നുകൂടെ ടീച്ചർ ഒന്ന് റിപ്പീറ്റ് ചെയ്യല്ല. ഫസ്റ്റ് ग्वाल क्या करता था. പശുപാലൻ എന്താണ് ചെയ്തത്? ग्वाला दूध का व्यापार करता था. അല്ലെ പശുപാലൻ എന്ത് പശു പാൽ കച്ചവടം ആണ് നടത്തിയത്. രണ്ടാമത്തേത് ग्वाला दूध में क्या मिलकर बेचता था. പശുപാലൻ എങ്ങനെയാണ് പാല് വിറ്റത്? എങ്ങനെയാണ്? ग्वाला आधा पानी और आधा दूध मिलाकर बेचता था. അദ്ദേഹം പകുതി വെള്ളവും പകുതി പാലും കൂടെ ചേർത്തിട്ടാണ് എന്ത് ചെയ്തത്? മറ്റുള്ളവർക്ക് വിറ്റത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഗ്വാല ക്യാ ഖരീദ്ന ബാസാർ ജാ രഹാ. പശുപാലൻ എന്തിനാണ് ചന്തയിലോട്ട് പോയത്? ആൻസർ ഗ്വാല ഗായ് ഖരീദ്നെ ബാസാർ ജാ രഹാ താ. പശുപാലൻ ചന്തയിൽ പോയി നല്ല പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. Then 4th question. बंदर ने क्या किया. കുരങ്ങന്മാർ എന്തൊക്കെയാണ് ചെയ്തത്? ആൻസർ बंदर ने रुपयों की ढाई കൂലി. അദ്ദേഹം എന്ത് ചെയ്തു? പശുപാലൻ കൊണ്ടുവന്ന സഞ്ചി പണസഞ്ചി എടുത്തു. എന്നിട്ട് 1 रुपया निकाल कर देखा और उसे पानी को डाल दिया. എന്നിട്ട് കുരങ്ങന്മാർ ആ സഞ്ചിയിൽ നിന്നും 1 രൂപ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു. उसके बाद 1 रुपया निकाल कर कभी पानी में कभी जमीन पर फेंकता रहा. എന്നിട്ട് ഓരോരോ സഞ്ചിയിൽ നിന്നും ഓരോരോ രൂപയുടെ വീണ്ടും എടുത്ത് ഓരോന്ന് എന്ത് ചെയ്തു? വെള്ളത്തിലോട്ട് ഇടാനായിട്ട് വീണ്ടും തുടങ്ങി. 5th ക്വസ്റ്റ്യൻ. बंदर ने दूध का दाम किसको दिया. അല്ലെ കുരങ്ങന്മാർ പാലിന്റെ പൈസ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ആൻസർ बंदर ने दूध का दाम ग्वाला को दिया. കറക്റ്റ് പശുവിന്റെ പാലിൽ നിന്ന് കിട്ടിയ ആ പൈസ ആ സഞ്ചിയിൽ തന്നെ വെച്ച് പശുപാലന് കൊടുത്തു. പിന്നെ 6th ക്വസ്റ്റ്യൻ. बंदर ने पानी का दाम क्या किया. അല്ലെ പശുപാലൻ പാലിൽ ചേർത്ത വെള്ളത്തിന്റെ പൈസ ഈ കുരങ്ങന്മാർ എന്ത് ചെയ്തു? ആൻസർ बंदर ने पानी का दाम पानी में डाल दिया. പാലിൽ വെള്ളം ചേർത്തത് കൊണ്ട് ആ ചേർത്ത വെള്ളത്തിന്റെ പൈസ അവർ ആ കുളത്തിൽ ആ വെള്ളത്തിൽ തന്നെ ഇട്ടു. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്തത് ഖാലി ജഹ fill in the blanks. First question നോക്കിക്കേ. ग्वाला डैश का व्यापार करता था. ग्वाला എന്ത് കച്ചവടമാണ് നടത്തിയത്? ആൻസർ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ദൂത്. ദാറ്റ് ഈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ദൂത്, പാൽ കച്ചവടമാണ് നടത്തിയത്. ഇന്ന് കൂടുതൽ ഇനി പറയേണ്ടല്ലോ. രണ്ടാമത്തേത് ഗ്വാല ഡാഷ് ഖരീദ്നെ ബാസാർ ജാ രഹാ താ. അല്ലേ നമ്മളിപ്പോ ക്വസ്റ്റ്യൻസിൽ പഠിച്ചു. പശുപാലൻ എന്തിനു വേണ്ടിയിട്ടാണ് ചന്തയിലോട്ട് പോയത്? ഗായ് ഖരീദ്നെ
अपने बाजार जा रहा था. പശുവിനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചന്തയിലോട്ട് പോയത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് रुपयों की डायरी लेकर पेड़ पर चढ़ गया. എന്താണ് ആരാണ് ആ മരത്തിന്റെ മുകളിൽ ഇരുന്ന് ഈ പൈസ ഒക്കെ താഴോട്ട് ഇട്ടത്? ബന്ദർ, മങ്കീസ് അല്ലെ, കുരങ്ങന്മാരാണ് എന്ത് ചെയ്തത്? മരത്തിന്റെ മുകളിൽ ഇരുന്ന് താഴോട്ട് ഈ പൈസയൊക്കെ ഇട്ടത്. ആൻസർ ബന്ദർ. फोर्थ क्वेश्चन, बंदर 1 रुपया जमीन पर डैश रुपये पानी में फेंकता रहा. എത്രയാണ്? ബന്ദർ കുരങ്ങൻ ആദ്യം മുകളിൽ എത്ര രൂപയാണ് ഇട്ടത്? 1. ഓരോ പൈസ വെച്ചിട്ട് എന്ത് ചെയ്തു? ആ സഞ്ചിയിൽ നിന്നും താഴോട്ടിട്ടു. അപ്പൊ ആൻസർ എ, 1. Then fifth question, बंदर ने ठीक ही डैश किया. ഈ കുരങ്ങനാണ് അവിടെ എന്ത് ശരിക്കും ചെയ്തത്? ആൻസർ ഇൻസാഫ്. ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി അല്ലെ. ആ പശുപാലൻ ചെയ്ത ആ തെറ്റിനുള്ള ശരിക്കുമുള്ള നീതി അവിടെ ചെയ്തത് ആരാണ്? ഈ കുരങ്ങനാണ്. അപ്പൊ ആൻസർ ബന്ദറിന്റെ ടീക്ക് ഹി ഇൻസാഫ് കിയ. കുരങ്ങനാണ് ശരിക്കും അവിടെ നീതി പുലർത്തിയത്. ഇനി ഒന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ? എളുപ്പമല്ലേ? അടുത്ത നോക്കിക്കേ, ഉൾട്ടേ അർത്ഥ വാലെ ശബ്ദ ലിഖിए. റൈറ്റ് ദ ഓപ്പോസിറ്റ് വേർഡ്സ് ഓഫ് ദി ഫോളോയിങ്. തന്നിട്ടുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ്സ് വിപരീത പദം എഴുതാനാണ് പറയുന്നത്. നോക്കൂ, ഫസ്റ്റ് അവിടെ പറയുന്നത് ഗരിജ്ഞ. ഗരിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങുക. വാങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? വിൽക്കുക അല്ലെ. അപ്പൊ ആൻസർ ബേച്ന. ബേച്ന. ഗരിജ്ഞ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് ബേച്ന. വാങ്ങുക, വിൽക്കുക. ഗരിജ്ഞ, ബേച്ന. വാങ്ങുക, വിൽക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആന. ആന എന്ന് പറഞ്ഞാൽ വരിക. വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉൾട്ടേ അർത്ഥവാല ശബ്ദം എന്തായിരിക്കും? ഓപ്പോസിറ്റ് എന്തായിരിക്കും? വരിക, പോകുക. ആൻസർ ജാന. ജാന. ആന എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ജാന. നെക്സ്റ്റ് ദേന. ദേന എന്ന് പറഞ്ഞാൽ നൽകുക അല്ലെ. നൽകുക എന്ന് പറയുമ്പോൾ എന്താണ്? വേണ്ട എന്ന് പറയാനുള്ള അർത്ഥം. അപ്പൊ ആൻസർ ലേന. ദേന ഓപ്പോസിറ്റ് ലേന. ലേന. അടുത്തത് ഉട്ന. ഉട്ന എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക. എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇരിക്കുക. എഴുന്നേൽക്കുക, ഇരിക്കുക. അപ്പൊ എഴുന്നേൽക്കുക. ഉട്നയെ പറഞ്ഞാൽ എഴുന്നേൽക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുക. അതായത് എന്താണ്? ബൈന. ഇരിക്കുക. ബൈന. ഉട്ന എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ബൈന. അടുത്തത് കമാന എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ലുട്ടാന. ലുട്ടാന എന്ന് കൊള്ളയടിക്കുക എന്നുള്ളത്. അപ്പം കമാന എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ്, ശരിയായിട്ടുള്ളത് എന്നൊക്കെയുള്ളൊരു മീനിങ്. അപ്പം ലുട്ടാന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക. തെറ്റായിട്ടുള്ള ലുട്ടാന, കൊള്ളയടിക്കുക. അടുത്തത് ചട്ന എന്ന് പറഞ്ഞാൽ കയറുക. മുകളിലോട്ട് കയറുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ്, കയറുക എന്നതിന്റെ ഓപ്പോസിറ്റ് ഇറങ്ങുക. അതായത് ഉദർന. 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 ചട്ന എന്ന് പറഞ്ഞാൽ ഉദ്ന. ഉദർന. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പറഞ്ഞത് ഖരിജ്ഞ, ഓപ്പോസിറ്റ് ബേച്ന. പിന്നെ ആന, അതിന്റെ ഓപ്പോസിറ്റ് ജാന. പിന്നെ ദേന, ഓപ്പോസിറ്റ് ലേന. ഉട്ന, ബൈന. കമാന, ലുട്ടാന. ചട്ന, ഉദർന. എഴുതിയോ? അടുത്തത് വാക്യമേ പ്രയോഗ കീജിए. റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസസ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വ്യാപാർ. വ്യാപാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടം അല്ലെ. കച്ചവടം, ബിസിനസ് അല്ലെ. അപ്പൊ വ്യാപാർ എന്ന് പറഞ്ഞാൽ കച്ചവടം. അപ്പൊ അതിന്റെ ഒരു സെന്റൻസ് നോക്കി ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗ്വാല ദൂത് കാ വ്യാപാർ കർത്താ താ. പശുപാലൻ പാൽ കച്ചവടം നടത്തിയിരുന്നു. അപ്പോ ഫസ്റ്റ് പറഞ്ഞത് വ്യാപാറാണ്, കച്ചവടം. അതിന്റെ സെന്റൻസ് എന്താണ്? ഗ്വാല ദൂത് കാ വ്യാപാർ കർത്താ താ. പശുപാലൻ പശു കച്ചവടം നടത്തിയിരുന്നു. സെക്കൻഡ് ഖരിജ്ഞ. ഖരിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താണ് ഖരിജ്ഞ എന്ന് പറഞ്ഞാൽ? വാങ്ങുക അല്ലെ, ഒരിക്കലും വാങ്ങുക. അപ്പൊ അവിടെ അത് വെച്ചിട്ട് സെന്റൻസ് ഹമേ ഗായ് കാ ദൂത് ഖരിജ്ഞ ചാഹിയെ. നമ്മൾ എന്ത് ചെയ്യും? പശുവിൽ നിന്നാണ് പാല് വാങ്ങുന്നത് അല്ലെ. പശുവിൽ നിന്ന് എന്ത് നമുക്ക് പശുവിൽ നിന്ന് പാൽ നമുക്ക് വാങ്ങുന്നു. ഹമേ ഗായ് കാ ദൂത് ഖരിജ്ഞ ചാഹിയെ. പശുവിൽ നിന്ന് കിട്ടുന്ന പാലാണ് നമ്മൾ എന്ത് ചെയ്തത്? വാങ്ങുന്നു. നമ്മൾ കടയിൽ പോയിട്ട് പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു അല്ലേ. മൂന്നാമത്തേത് ഇൻസാഫ്. ഇൻസാഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നീതി അല്ലെ. നീതി എന്നുള്ളത് അല്ലെ.
യഥാർത്ഥ നീതി. അപ്പൊ ആൻസർ ബന്ദർ ने ठीक इंसाफ किया. കുരങ്ങന്മാർ എന്ത് ചെയ്തു? ശരിയായിട്ടുള്ള നീതി അവിടെ നടപ്പിലാക്കി. കുരങ്ങന്മാർ ശരിയായ നീതി നടത്തി. ഇൻസാഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നീതി. ബന്ദർ ने ठीक इंसाफ किया എന്ന് പറഞ്ഞാൽ കുരങ്ങന്മാർ ശരിയായിട്ടുള്ള നീതി അവിടെ നടത്തി. നാലാമത്തേത് ദാം. ദാം എന്ന് പറഞ്ഞതാണ് വില, പൈസ എന്നൊക്കെയുള്ള മീനിങ്. അപ്പൊ എന്താണ്? ദൂധ് കാ ദാം ജ്യാദാ ഹോ ഗയാ. പാലിന് വില എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ദൂധ് കാ ദാം ജ്യാദാ ഹോ ഗയാ. പാലിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ? വില പശുവിന്റെ മാത്രം പാലിനാണോ വില കൂടുതൽ? എല്ലാത്തിനും വില കൂടുതലല്ലേ? അപ്പൊ ആൻസർ എന്താണ്? ദൂധ് കാ ദാം ജ്യാദാ ഹോ ഗയാ. പശുവിന്റെ പാലിന് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ പാലിന് വില കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞത് വ്യാപാരാണ്. ആൻസർ വാലാ दूध का व्यापार करता था. പിന്നെ खरीदना हमें गाय का दूध खरीदना चाहिए. इंसाफ എന്ന് പറഞ്ഞാൽ बंदर ने ठीक इंसाफ किया. then दाम എന്ന് പറഞ്ഞാൽ दूध का दाम ज्यादा हो गया. എഴുതിയല്ലോ. then അടുത്തത് പറയുന്നത് ചേഞ്ച് ദ ജെൻഡർ ആണ്, ലിംഗ് ബദൽ. അപ്പം അത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ അത് ആ 4 പഠിക്കണ്ടേ? 4 വേണ്ട വിട്ടേരെ. then അതിന് താഴെ കിടക്കുന്ന വചൻ ബദലി, ചേഞ്ച് ദ നൗൺ. അത് മാത്രം നോക്കിയേ, ചേഞ്ച് ദ നൗൺ. ഫസ്റ്റ് പറഞ്ഞത് ഗായ്. ഗായ് എന്ന് പറഞ്ഞാൽ പശു. അപ്പൊ അതിന്റെ നൗൺ എന്താക്കി മാറ്റുമ്പോൾ എന്താണ്? നോക്കിയേ, ഗായേ, പശുക്കൾ. ഗായ് എന്നതിനെ നമ്മൾ നൗൺ ഫോം മാറ്റുമ്പോൾ ഗായേ, പശുക്കൾ. രണ്ടാമത്തേത് പൈസ അല്ലെ? പൈസ അതിനെ എങ്ങനെ പറയാം? പൈസേ, പൈസകൾ, അല്ലെങ്കിൽ പണം, പണങ്ങൾ അല്ലെ? പണങ്ങൾ ഒരു രൂപ നാണയം, ഒന്നിൽ കൂടുതൽ നാണയം വരുമ്പോൾ അത് എന്താണ്? നാണയങ്ങൾ എന്നൊക്കെ വരുന്നില്ല. അപ്പൊ അതുപോലെ പൈസ, പൈസേ. അടുത്ത മൂന്നാമത്തേത് ഡയറി. ഡയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഗ്. ഇപ്പം ധൈര്യ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ബാഗുകൾ, ബാഗുകൾ. ഡയറി എന്ന് പറഞ്ഞാൽ ബാഗ്, ധൈര്യ, ബാഗുകൾ. പേയോ എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപ, നമ്മുടെ പൈസ പോലെ. അപ്പം അതിന്റെ റുപ്പയോ എന്ന് പറഞ്ഞാൽ രൂപകൾ അല്ലെ? റുപ്പയ, റുപ്പയോ, റുപ്പയ, റുപ്പയോ. നാലെണ്ണമാണ് ഗായ്, ഗായേ, പൈസ, പൈസേ, ഡയറി, ധൈര്യ, റുപ്പയ, റുപ്പയോ. ഓക്കെ. ഇത്രയായിട്ട് നമ്മളുടെ ആ ഒരു ചാപ്റ്ററിന്റെ എക്സസൈസ് ഒക്കെ അവിടെ കഴിഞ്ഞു. ഇതിനകത്ത് പഠിപ്പിക്കാനായിട്ട് എടുത്തുള്ള ജെൻഡർ ഫോം നിങ്ങൾ തൽക്കാലം പരീക്ഷയ്ക്ക് പഠിക്കേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഇപ്പൊ ഫില്ല് ചെയ്തതൊക്കെ എന്ത് ചെയ്യുക? എഴുതി പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് എഴുതി തന്നെ പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് വിളിച്ച് ചോദിക്കുക. നമുക്ക് ഇത്രയും തൽക്കാലം എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് പഠിച്ച് നിർത്താം. ഓക്കെ, then thank you.